ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ സർവൈവൽ വേൾഡ്. ഇത് ഏകദേശം നിങ്ങൾ 2 മാസമായി കണ്ടിട്ട്. അപ്പോൾ ഈ 2 മാസത്തിൽ ഈ ഒരു വേൾഡിൽ എത്ര മാറ്റങ്ങൾ വന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സാധാരണയാണ്. ഇവിടെ ചെറുതായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. ഈ ആൻവിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ ആൻവിൽ വെച്ചത്. ഈ ആൻവിൽ പിന്നെ നമ്മുടെ ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സാധാരണ പോയിട്ടുണ്ട്. നമുക്ക് നിറയെ ഇതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ലൊരിതാണ്. നമ്മുടെ ഫേർനെസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നേരത്തുള്ളതാണ്. പിന്നെ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ചെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്റ്റോറേജ് പോരണ്ടായ സമയത്ത്. സോ നമുക്ക് നോക്കാം. അടിയത്തെ ചെസ്റ്റിൽ മൊത്തം സ്റ്റാക്കഡ് ഐറ്റംസാണ്. ബിൽഡിംഗ് ബ്ലോക്സും എല്ലാം ഉണ്ട്. മേലത്തേലും നമുക്ക് ഒരുപാട് നെതറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ മൈൻ ചെയ്ത സമയത്ത്. അപ്പോൾ നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി അവിടെ പോയി മൈൻ ചെയ്ത് ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ചെറിയൊരു സംഭവത്തിനായിട്ട് ഞാനൊരു 5-6 സ്റ്റാക്ക് നെതറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കാലി നേരത്തെ ഫുള്ളായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതും കൂടെ വയ്ക്കാം. ഓക്കെ, ഇനിയുള്ളത് കാണിച്ചു തരാം. ആൻഡ് ഓക്കെ, ഇതിൽ നമുക്ക് 15 നെതറൈറ്റിംഗ് കട്ട്, നമ്മൾ മൈൻഡ് ചെയ്തുണ്ടാക്കിയ 15 നെതറൈറ്റിംഗ് കട്ട്, 64 ഡയമണ്ട്സ്, 40 ഡയമണ്ട്സ്, പിന്നെ 50 എമറോൾഡ്, നോട്ട്ലെസ് ഷെല്ല്, 3.5 സ്റ്റാക്ക് ഗോൾഡ്, 3.5 സ്റ്റാക്ക് അയേൺ എല്ലാം ഉണ്ട്. മറ്റേ മ്യൂസിക് ഡിസ്ക് ഉണ്ട്, ബോൺ മീലുണ്ട്, മറ്റേ ബാന പാറ്റേൺ ഉണ്ട്, നെയിം ടാഗ് നമുക്കൊരു മൈനിൽ നിന്ന് കിട്ടിയതാണ്. ഹാർട്ട് ഓഫ് ദി സീ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. നമുക്ക് ഒരു ബുക്കുണ്ട്, ആ ബുക്ക് ഞാൻ വായിച്ചു തരാം. കോപ്പറുണ്ട്, മറ്റേ റെഡ് സ്റ്റോൺ ഉണ്ട്, ലാപ്പിസ് ഉണ്ട്, ബാന പാറ്റേൺ ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഈ ബുക്കിൽ എന്താ എഴുതിക്കണം നോക്കാം. ഹായ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മിൻസു മമ്മു 786. ദിസ് ഈസ് മൈ സർവൈവൽ വേൾഡ്. ഓക്കെ, ഇതാണ് ഇപ്പം ബുക്കിൽ ജസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരുപാട് ടൈം എടുത്തു. നമുക്ക് മേലാണെങ്കിൽ ഡയമണ്ടിൻ്റെ പിക്കാക്സ്, അയൺ പിക്കാക്സ്, ഒരുപാട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഡയമണ്ടിന് കുറച്ച് ഗിയർ ഉണ്ട്, ഷീൽഡ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ആൻഡ് നമുക്ക് നെതറൈറ്റിൻ്റെ ആർമർ കുറച്ച് കിട്ടിയിട്ടുണ്ട്, ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും. ബാക്കി ഹെൽമെറ്റും ബൂട്ട്സും അത് ചെയ്യാത്ത വെച്ചാൽ, കാരണം എനിക്ക് അതിന് അപ്ഗ്രേഡിൻ്റെ സ്പ്ലിറ്റിംഗ് ടെംപ്ലേറ്റ് വേണം. അത് കിട്ടിയിട്ടില്ല, അതിനുവേണ്ടി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളി വന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് വേറെയും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. വെളിപ്പോണെങ്കിൽ ഇവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് നെതറിൽ മൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഞാൻ എന്താ ചെയ്യുക വെച്ച് സ്ട്രിപ്പ് മൈൻ ചെയ്യും. അതിന് ശേഷം ഇവനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട്, ഈ ആട്ടുങ്ങളിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇവൻ്റെ ഉള്ളെടുക്കും, കുറച്ച് വുഡും വെച്ച് കുറേ ബെഡ് ഉണ്ടാക്കിയിട്ട് പോകും. ആ ബെഡ് നെതറിൽ പൊട്ടും. അങ്ങനെയാണ് കാണിച്ചത്. ഇവിടെ ഒരുപാട് ഉള്ളി ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നെതറിൽ നമുക്ക് ബെഡ് വെക്കാൻ അത് എക്സ്പ്ലോഡ് ആവും. പക്ഷേ ഏൻഷ്യൻ ഡെബ്രി, അതായത് നെതറൈറ്റ് എക്സ്പ്ലോഡ് ആവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരുപാട് ഏൻഷ്യൻ ഡെബ്രി കണ്ടുപിടിക്കണത്. ഇതാണ് കേട്ടോ നമ്മുടെ പോർട്ടൽ, നെതർ പോർട്ടൽ. ഓക്കെ, ഇനി നമുക്ക് ഈ പോർട്ടലൊന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ നെതറിലെത്തിയിട്ടുണ്ട്. ഇതാണ് നെതറിൽ ഞാൻ ചെറിയൊരു രീതിയിൽ എൻ്റെ പോർട്ടലൊന്ന് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലോ സ്മെൽറ്റ് ചെയ്യണം എന്തെങ്കിലും അതിനുള്ളതും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെളിയിൽ പോയി വേറെയും കാണിച്ചു തരാം. ചെറിയൊരു സംഭവമാണ്. ഇതാണ് നമ്മുടെ മൈൻ, ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈനിൽ പോവാം. ഈ ഏൻഷ്യൻ ഡെബ്രി കിട്ടണമെങ്കിൽ നമ്മൾ വൈ ലെവൽ 15 പോകണം. സോ ഇപ്പോൾ വൈ ലെവലാണ് സെൻറ്ററത്തെ കോർഡിനേറ്റ്സ് കുറഞ്ഞ വരുന്നുണ്ട്. ഓക്കെ, 14ഉം 15ഒക്കെ ഏകദേശം ഒന്നാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ ഇവിടുന്ന് ഞാൻ സ്ട്രിപ്പ് മൈൻ ചെയ്യും, അവിടുന്ന് ബെഡ് വെച്ച് എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, കണ്ടോ. ഓക്കെ, എന്നിട്ട് അടിയിൽ ജസ്റ്റ് ഒരു പാത്ത് വയ്ക്കും.
ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഇത് ഏകദേശം 4-ാമത്തെ 5 കൂടും 6-ാമത്തെ എന്തോ ആണ്. ഇതവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ എൻ്റെ മെയിൻ വൺ. ഇത് നല്ല ദൂരമുണ്ട്, ഏകദേശം 500 ബ്ലോക്സ് അങ്ങോട്ട് പോവും. അപ്പോൾ സ്ട്രിപ്പ് മൈൻ ചെയ്യും, എന്നിട്ട് ബെഡ് വെച്ച് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് ഒരുപാട് ഏൻഷ്യൻ്റ് ഡെബ്രി കിട്ടുന്നത്. പക്ഷെ അത് നെതറൈറ്റിന് ഇങ്കട്ട് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം നമുക്ക് 4 ഏൻഷ്യൻ്റ് ഡെബ്രി കണ്ടുപിടിച്ച് അത് മൈൻ ചെയ്ത് അത് നമുക്ക് ഏൻഷ്യൻ്റ് ഡെബ്രി കിട്ടും. അത് വന്നിട്ട് നമ്മൾ സ്മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെതറൈറ്റ് സ്ക്രാപ്പ് കിട്ടും. അങ്ങനെ 4 നെതറൈറ്റ് സ്ക്രാപ്പും 4 ഗോൾഡ് ഇങ്കട്ടും കൂടെ വെച്ചാലാണ് നമുക്ക് ഒരു നെതറൈറ്റ് ഇങ്കട്ട് കിട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് 14 നെതറൈറ്റ് ഇങ്കട്ടാണ്. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അവിടെ ബാക്കിൽ അപ്ഗ്രേഡ് സ്മിത്തിങ് ടെംപ്ലേറ്റ്, നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്മിത്തിങ് ടെംപ്ലേറ്റ് കിട്ടിയത് നമുക്കൊരു ബാസ്റ്റിനിൽ നിന്നാണ്. ആ ബാസ്റ്റിൻ കാണിച്ചു തരാം. അല്ലല്ല, ഇവിടെയല്ല, കുറച്ചപ്പുറത്താണ്, വഴി മാറിപ്പോയി. അവിടെ നിന്നൊരു ബാസ്റ്റിൻ നിന്നാണ് നമുക്ക് അത് കിട്ടിയത്. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ബാസ്റ്റിൻ കാണും. ഓക്കെ, നമ്മളിവിടെ നിന്ന് ജമ്പ് ചെയ്യണം. ഈ നെതറിലൊക്കെ ഒന്ന് ഫയർ ആവുകയാണെങ്കിൽ ഒരുപാട് നേരമാവും ഇത് പോകാൻ ഗൈസ്. നമ്മുടെ ഓവർ വേൾഡ് പോലെയല്ല. പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാവ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഇവിടെ ആയിട്ടായിരിക്കും ബാസ്റ്റിയൻ ഉണ്ടാവുക. ഒരു നല്ലൊരു ബാസ്റ്റിയനാണ്, ട്രഷർ ബാസ്റ്റിയനാണ്. ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഉണ്ടാകുന്നതാണ് ബാസ്റ്റിയൻ. കാണിച്ചിടാം. ഇവിടെ ആയിട്ട് നമുക്ക് 2 ഭയം വരുന്നുണ്ട്. ദ ബാസ്റ്റിയൻ. ഓക്കെ, ബാസ്റ്റിയൻ ദാ. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു വാപ്ഡ് ഫോറസ്റ്റും ഉണ്ട്. പിന്നെ ആ റെഡ് വുഡിൻ്റെ പേരെന്തായിരുന്നു, ആ ഭയമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.